നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ആണ്ട് ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2026 എന്ന വർഷത്തിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. 2026 എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോരോ നക്ഷത്രക്കാരുടെ പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനി 10ാം ഭാവത്തിലും രാഹു 9ലും വ്യാഴം ജന്മരാശിയിലും 2ലുമായി മാറി മാറി സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർക്കുണ്ടായേക്കാം. ക്ഷമയും സഹനശീലവും പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളും വന്നു ചേരാം. വിദ്യാർത്ഥികൾ അലസരാകാൻ ഇടയുള്ളതാണ്. അലസത വെടിഞ്ഞ് മുന്നോട്ട് പോയില്ല എങ്കിൽ അത് പ്രതികൂല ഫലത്തെ വിദ്യാർത്ഥികളിലായിട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് നൽകിയേക്കാം. അതേപോലെ തന്നെ തൊഴിൽ തേടുന്നവർക്ക് കഴിവിനനുസരിച്ച് അവസരങ്ങൾ കരഗതമാകണമെന്നില്ല. മേലധികാരികളുടെ അനിഷ്ടം വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സമാധാനം അല്പം കുറയുന്നതുമാണ്. സാമ്പത്തികമായി അബദ്ധങ്ങൾ ഉണ്ടാകാതെ കരുതലെടുക്കേണ്ടതാണ്. പ്രണയ ശൈഥില്യവും വിവാഹ തടസ്സവും ഒരുപക്ഷെ നേരിടേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. ബിസിനസ്സുകാരായിട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർ വലിയ മുതൽ മുടക്കുകൾക്ക് കഴിവതും ശ്രമിക്കാതിരിക്കുക. നിലവിലെ സ്ഥിതി അങ്ങനെ തന്നെ തുടരുവാനാണ് സാധ്യത. കടബാധ്യതകളൊക്കെ കൂടാതിരിക്കാൻ ആവശ്യങ്ങൾ വെട്ടിച്ചുരുക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരാം. പ്രവാസികളായിട്ടുള്ളവർക്ക് ഉദ്ദേശിക്കുന്ന മാതിരി സമ്പാദ്യം വളർത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. ചിങ്ങം, തുലാം, വൃശ്ചികം, മീനം, മേടം എന്നീ മാസങ്ങളിൽ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ ധനലാഭത്തിനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. അതേപോലെ തന്നെ തൊഴിലിൽ നേട്ടങ്ങളും അനുകൂല ദശാകാലങ്ങളുള്ളവർക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ വിവാഹം, രോഗശമനം എന്നീ കാര്യങ്ങൾക്കും അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ഇനി ഏതൊക്കെ ദശാകാലങ്ങൾ ഉള്ളവർക്കാണ് ഇപ്പോൾ അനുകൂല സ്ഥിതി കൂടുതലുള്ളത് എന്ന് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് രാഹുർ ദശയിലാണ് അവരുടെ ജനനം. രാഹുർ ദശ ഏകദേശം 10 വയസ്സ് വരെ എന്ന് കണക്ക് കൂട്ടാം. ഏകദേശം 26 വയസ്സ് വരെ വ്യാഴദശയും, ഏകദേശം 45 വയസ്സ് വരെ ശനിദശയും, ഏകദേശം 62 വയസ്സ് വരെ ബുധദശയും, ശേഷം ഏകദേശം 71 വയസ്സ് വരെ കേതുർദശയുമാണ്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴദശ, ബുധദശ എന്നീ ദശാകാലങ്ങളൊക്കെ ഇപ്പോൾ അനുഭവത്തിലുള്ളവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. അല്ലാതുള്ളവർ നിർബന്ധമായിട്ടും ദോഷപരിഹാരത്തെ ചെയ്യുക. എല്ലാ തിരുവാതിര നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ജ്യോതിഷം തുടങ്ങിയ എല്ലാ ഭാരതീയ ശാസ്ത്രങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി നമുക്ക്